കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ തോന്നലാണ്. കാലാവസ്ഥാ വ്യതിയാനം ഒന്നുമില്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താണ്, ചൂട് കൂടുന്നതൊന്നുമല്ല, നമുക്ക് ചൂട് സഹിക്കാനുള്ള ശേഷി കുറയുന്നതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഏതാണ്ട് അതൊക്കെ തന്നെയാണ് പറയുക. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനമൊന്നുമില്ല, പാരീസ് ഉച്ചകോടിയിൽ നിന്ന് പിന്മാറിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് റിയൽ. അതുകൊണ്ടാണ് ഈ മഞ്ഞുപാളികൾ ഉരുകുന്നതും ഈ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നതും എന്നുള്ളത് റിയലാണ്, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാഴ്ചകളാണ്. ഈ തിബത്തിൻ്റെ ഭാഗത്ത് ധാരാളമായി ഗ്ലേഷ്യേഴ്സ് ഉണ്ട്, ഈ മഞ്ഞുപാളികളുണ്ട്. കഴിഞ്ഞ വർഷം 2015 18 പേര് മരിച്ച ഇതുപോലെ സമാനമായൊരു അപകടം ഉണ്ടായിരുന്നു. അതുണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ അപകടത്തിൻ്റെ കാരണം കൃത്യമായിട്ട് വ്യക്തമല്ല. അപകടം ഉണ്ടായ സ്ഥലത്തേക്ക് ട്രേസ് ചെയ്തെത്താൻ സയൻറ്റിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കഴിഞ്ഞിട്ടില്ല. 2015 അല്ല 2025 കഴിഞ്ഞ വർഷം ഉണ്ടായ അപകടം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതേ തിബത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലത്തൊരു ഗ്ലേസിയർ ഉരുകി അതൊരു തടാകം പോലെയായി. അപ്പോൾ ഈ തടാകം പോലെയായ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടന്നു. ആ വെള്ളം താഴേക്ക് അമർന്ന് ആ മഞ്ഞുപാളിയിൽ വലിയൊരു വിള്ളലുണ്ടായി. ആ മഞ്ഞുപാളി അടർന്ന് താഴേക്ക് വീഴുന്ന വഴിക്ക് ഈ തടാകം രൂപം കൊണ്ടതിൻ്റെ താഴേക്ക് നദിയിലേക്ക് എത്തുന്നു. ഈ നദിയെ ഇതൊരു കൃത്രിമമായ ഡാമാക്കി മാറ്റുന്നു. ഈ മഞ്ഞുപാളി ഒഴുകി വരുന്നു, അതിൻ്റെ കൂടെ വരുന്ന അവശിഷ്ടങ്ങളെല്ലാം ചേർന്ന് നദിയെ തടഞ്ഞു നിർത്തുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് പുറലോകം അറിയണമെന്നില്ല, കാരണം അവിടെ നിന്ന് ജനവാസ മേഖലയല്ല. അവിടെ ഒരു നദി തടയപ്പെട്ടു എന്നും ആ നദിയിലൊരു എന്താണ് പറയുക, പ്രകൃത്യാ തന്നെ ഒരു ഡാമുണ്ടായി എന്നും ആ ഡാമിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ആരും അറിയാനേ പോകുന്നില്ല. കുറേ കഴിഞ്ഞ് ആ വെള്ളം നിറഞ്ഞത് വീണ്ടും തള്ളി ഉഗ്ര ശക്തിയിൽ ആ വെള്ളം താഴേക്ക് പതിക്കുകയാണ്. ഒരു വെള്ളപ്രവാഹമായി താഴേക്ക് പതിച്ചാണ് 12 പേര് മരിക്കുന്ന വലിയ അപകടം ഉണ്ടായത്. ഇപ്പോൾ ഉണ്ടായതും സമാനമായ ഒരു അപകടമാണെന്നാണ് കരുതുന്നത്. അതിൽ ഈ കൃത്രിമമായ ഡാം സൃഷ്ടിക്കപ്പെട്ടത് ഈ തിബത്ത് ഭാഗത്തുള്ള ഏതെങ്കിലും പ്രകൃതിദത്ത തടാകത്തിലാണോ അതല്ല ഈ പറയുന്ന നദിയുടെ ഏതെങ്കിലും ഭാഗത്താണോ എന്നുള്ളത് അറിയില്ല. ഇതിപ്പോഴൊരു അസംഷനാണ്, കൃത്യമായി കണ്ടുപിടിച്ചിട്ടില്ല, അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അത്ര ശക്തമായ ഒരു മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായത്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു തന്നെ ഭീകരമായ ഒരു അവസ്ഥയാണ് നൗഫൽ. ആളുകൾ ഓടുന്നതിനിടയ്ക്കാണ് ഈ വെള്ളം വരുന്നത്. വീഡിയോ എടുത്തുകൊണ്ട് ആളുകൾ പറയുന്നുണ്ട് പോയിക്കോളൂ. അപ്പോൾ ആളുകൾ ആ മലവെള്ളപ്പാച്ചിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത്ര ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ ഇതിന് ഒരു കാര്യം, നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ തോന്നലാണ്. കാലാവസ്ഥാ വ്യതിയാനം ഒന്നുമില്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താണ്, ചൂട് കൂടുന്നതൊന്നുമല്ല, നമുക്ക് ചൂട് സഹിക്കാനുള്ള ശേഷി കുറയുന്നതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഏതാണ്ട് അതൊക്കെ തന്നെയാണ് പറയുക. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനമൊന്നുമില്ല, പാരീസ് ഉച്ചകോടിയിൽ നിന്ന് പിന്മാറിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് റിയൽ. അതുകൊണ്ടാണ് ഈ മഞ്ഞുപാളികൾ ഉരുകുന്നതും ഈ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നതും എന്നുള്ളത് റിയലാണ്, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാഴ്ചകളാണ്. കടലിന് ചൂട് പിടിക്കുന്നു, കടൽ നിരപ്പ് ഉയരുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഇല്ല എന്ന് ലോക നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.